ബോണിയുടെ ഗാർഡൻ ഓഫ് ഡ്രീംസ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വോക്കൽസ് ഇല്ലാത്തൊരു മ്യൂസിക് വീഡിയോ ആണത്. ഫുള്ളി ഇൻസ്ട്രുമെന്റൽ പീസ് മാത്രമായിട്ടുള്ള ഒരു സാധനം ആദ്യമായിട്ടാണ്. ഇത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുള്ള ഒരു സാധനത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ ദാറ്റ്സ് വെയർ വിനോദ് കെയിം ഇൻ. അണ്ടിൽ ദ ഡേ ഓഫ് ദ ഷൂട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ എന്താണ് ഇയാൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്, എന്തായിരിക്കും എക്സൈറ്റ്മെന്റ്. ഇത് ഉണ്ടാക്കി കഴിയുന്ന മൊമെന്റിൽ നമ്മുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആൾക്കാരുടെ പണിയാണ്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യണോ, ഇതെടുത്ത് കാട്ടിക്കളയണോ, അത് എല്ലായിടത്തും എത്തിക്കണോ എന്നുള്ളതൊക്കെ ആൾക്കാരുടെ ചോയ്സാണ്. നമ്മുടെ ബിഗ് ഡോഗ്സ് എന്ന് പറഞ്ഞ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡയറക്ടർ ബിജോയ് ഷെട്ടി, ക്രേസി ഡൂഡ്. അവൻ പറഞ്ഞത് എന്തായിരുന്നു വെച്ചാൽ, ഇഫ് ഇറ്റ് ഹാഡ് മോർ മണി ദ പ്രൊജക്ട് വുഡിൻ ബി ആസ് ഗുഡ് ആസ് ഇറ്റ് ഈസ്. ആ ഒരു ബഡ്ജറ്റിനായതുകൊണ്ട് അത് എങ്ങനെയൊക്കെയോ അത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഷൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് അത് നടന്ന് തീർന്നൊരു പ്രൊജക്ട്. നമ്മൾ റീജിയണലി ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ആർട്ട് വർക്കും അത് ഇന്റർനാഷണലിയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെ ഒരു സോൾ എന്ന് പറഞ്ഞ മ്യൂസിക് തന്നെയാണ്. ആസ് ലോങ് ആസ് ദ മ്യൂസിക് ഈസ് ടച്ചിങ് പീപ്പിൾ, അതിന് പുറത്തൊരു സാധനം ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ മ്യൂസിക് വീഡിയോ പ്രൊഡക്ഷൻ ഹൗസിലും ഇതുപോലൊരു പ്രോപ്പർ ഷെഡ്യൂള്, ബഡ്ജറ്റ്, കോസ്റ്റ് കട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ടോ? അവര് എന്തൊക്കെ തന്നെ വിഷ്വലൈസ് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പെടും. കാട് വെച്ചിട്ട് ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന, കൊട്ടാരം ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ഒരു പ്രോസസ്സ്. ചിലത് നല്ല കൊട്ടാരവും ചിലത് പൊട്ടി വീഴും. അങ്ങനെ പൊട്ടിയിട്ടുണ്ടോ? ഇഷ്ടമാണ്. ശരിക്കും നമുക്ക് ഈ ഒരു ഗാർഡൻ ഓഫ് ഡ്രീംസും ഇന്റർനാഷണൽ ലെവലിലേക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കാമോ? കപ്പ ഒറിജിനൽസിന്റെ കോ ക്രിയേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ബോണി മ്യൂസിക് ചെയ്ത ഗാർഡൻ ഓഫ് ഡ്രീംസ് അത് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ ഹൗസ് ബ്രൗൺ ക്രൂ, അതിന്റെ ഫൗണ്ടേഴ്സാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, വസീം ആൻഡ് അനാമൈ. വെൽക്കം. ശരിക്കും എങ്ങനെ പോകുന്നു ലൈഫ്? ഹൗസ് ലൈഫ്? സുഖമായിട്ട് പോകുന്നു. ചില്ലാണ്, സുന്ദരമായിട്ട് പോകുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്രശ്നങ്ങളേ ഉള്ളൂ, പക്ഷെ നല്ല പോസിറ്റീവായിട്ടിരിക്കാന്നുള്ളത് അല്ലേ? ശരിക്കും നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു സിനിമയിലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കാശ് മുടക്കുന്ന ഒരാൾ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ പ്രൊഡക്ഷൻസ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടാവും. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ജേർണി, ഈ ഒരു ബ്രൗൺ ക്രൂയിലേക്കുള്ളൊരു ജേർണി? ബ്രൗൺ ക്രൂ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ മാത്രമായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ മ്യൂസിക് വീഡിയോ ഏരിയയിലേക്കും കയറി അഡ്വർടൈസിങ്ങും ചെയ്യുന്നുണ്ട്. ബട്ട് എന്തോ മ്യൂസിക് വീഡിയോ ആണ് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഒരു മീഡിയ ആയിട്ട് ഇപ്പോൾ കൂടുതലും മ്യൂസിക് വീഡിയോസ് ആണ്. ഏത് വർഷം മുതൽ? 2021 മുതൽ. മ്യൂസിക് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ആയിട്ടല്ല ഇനീഷ്യലി നമ്മൾ കമ്പനീനെ വിഷ്വലൈസ് ചെയ്തത്. നമ്മൾ പല ജോണർ ഭയങ്കര കമ്പലിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല, നമുക്കിതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്ത് പഠിക്കണം. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ എത്തി. അതിനെന്തെങ്കിലും ടിപ്സ് എടുക്കുമോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ അപ്രോച്ച് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായും ഇത് ഒരു ത്രൂ ഔട്ട് ജേർണി നമ്മൾ കുറേയധികം ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ക്രിയേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മ്യൂസീഷ്യൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ചോദിക്കും, നമുക്കറിയാത്ത കാര്യം ചോദിക്കുക. ഇപ്പോഴും ചോദിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഗുഡ്. ശരിക്കും നമ്മൾ റീജിയണലി ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ആർട്ട് വർക്കും അത് ഇന്റർനാഷണലിയും അക്സെപ്റ്റഡ് ആവുന്നുണ്ട്. അതിനെന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ശരിക്കും സീക്രട്ടോ ഒരു ടിപ്പോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളൊരു നമ്മൾ പൊതുവെ ചെയ്തിട്ടുള്ള കണ്ടന്റുകളിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, ഒരു ഒത്തന്റിക് ആവാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഒത്തന്റിസിറ്റി കീപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടന്റിനും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും. പ്രോപ്പർ കൾച്ചർ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ അതെങ്ങനെ പോയാലും അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. അതെന്ന് വെച്ചാൽ അതൊരു വേറെ നാട്ടിലൊരു കൾച്ചറാണ്, അത് ഇന്നതാണ് പരിപാടി, അതെന്താ സംഭവം എന്നുള്ളത് കാണാൻ വേണ്ടി ആൾക്കാർക്ക് ഒരു ത്വര ഉണ്ടാവും. അതാണ് നമ്മുടെയൊക്കെ നമ്മൾ ബാങ്ക് ചെയ്യുന്ന ഒരു പ്രധാന ഏരിയ. അതാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിനാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റെ സ്വഭാവം പുറത്തത്തെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരിനെ അധികം കണ്ടിട്ടില്ല. അപ്പം അത് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് എന്തായാലും ആ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സോൾ എന്ന് പറഞ്ഞാൽ മ്യൂസിക് തന്നെയാണ്. ആസ് ലോങ് ആസ് ദ മ്യൂസിക് ഈസ് ടച്ചിങ് പീപ്പിൾ, അതിന് പുറത്തൊരു സാധനം ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്, വിഷ്വലി ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം നമ്മൾ മ്യൂസിക്കിൽ ആ ഒരു ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയൊരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും അത്ര എൻഗേജിങ് ആവാറില്ല. ബേസ് മ്യൂസിക് ആണെന്നാണ് പറയുന്നത്. ഓൾവേസ് മ്യൂസിക്. അപ്പോൾ ഈ പറഞ്ഞ ഇതുപോലുള്ള മ്യൂസിക് വീഡിയോസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും സെലക്ഷൻ പ്രോസസ് ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ സെലക്ഷൻ പ്രോസസ് ആയിട്ടില്ല. ഈ പല പ്രൊജക്റ്റും പല രീതിയിലുമാണ് ഓൺ ആവുന്നത്. ആക്ച്വലി ലൈക്ക് അത്
ചില പ്രൊജക്റ്റുകൾ നമ്മളൊരു 2 കൊല്ലം മുമ്പ് മുതൽ സംസാരിച്ച് തുടങ്ങുമായിരിക്കും, ചില പ്രൊജക്റ്റുകൾ 2 ദിവസം മുമ്പായിരിക്കും സംസാരിച്ച് അങ്ങനെയൊക്കെ ഷൂട്ട് നടക്കും. എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാവുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു ടെക്സ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അത് ഉണ്ടാവും. ഉണ്ടായി പോകുന്നതാണ്. നമ്മൾ നല്ലൊരു ക്രിയേറ്റർ സർക്കിളിൽ പോയിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എങ്ങനെ ഒരു നല്ല ക്രിയേറ്റർ സർക്കിളിൽ മ്യൂസീഷ്യൻസ് ഇടയിലാണെങ്കിലും ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ ഇടയിൽ ഒരു നല്ല സർക്കിളിൽ നമ്മൾ പോയിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഐഡിയാസ് പറയാം, അവരുടെ ഐഡിയാസ് കൂടുതൽ കേൾക്കുക. ഞങ്ങൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു ഐഡിയ കിട്ടിയിട്ട് അതിന് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ. അപ്പം അത്തരം സർക്കിൾസിലേക്ക് എൻഗേജ് ആവാൻ പറ്റുന്ന തന്നെ ഒരു കാര്യമായിട്ടിരിക്കുന്നു. അതെ, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെ ബേസ് എന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് ഗുഡ്. ശരിക്കും നമ്മൾ ഈ മ്യൂസിക് സിനിമയിലെ പ്രൊഡക്ഷൻ ഹൗസ് എന്നൊക്കെ പറയുമ്പം ഇപ്പം അതിനൊരു പ്രത്യേക ഷെഡ്യൂളുണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, കോസ്റ്റ് കട്ടിംഗ് ഉണ്ടെന്നൊക്കെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രൊഡ്യൂസേഴ്സ് തരുന്ന ഇൻ്റർവ്യൂസ് നമുക്ക് മനസ്സിലാവാറുണ്ട്. പണ്ടെന്ന് വെച്ചാൽ പൈസ മുടക്കുന്ന ആൾ അത്രേ ഉള്ളൂ, അതിനപ്പുറം നമുക്ക് എന്നാ ലോകം എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ടെക്നിക്കൽ പരമായിട്ടൊക്കെ അറിയാം. അപ്പോൾ മ്യൂസിക് വീഡിയോ പ്രൊഡക്ഷൻ ഹൗസിലും ഇതുപോലൊരു പ്രോപ്പർ ഷെഡ്യൂള്, ബഡ്ജറ്റ്, കോസ്റ്റ് കട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ടോ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വളരെ ബേസിക്കാണ്. ചില ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച്, ഈ ഒരു നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകണം, അത് ഇത്ര പൈസയാണ് നമ്മുടെ കയ്യിലുള്ളത്, അത് ഈ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്യണം, അതെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ള ബ്രേക്കിംഗ് ഡൗൺ മെത്തേഡാണ് ഇതെല്ലാം ബേസിക്കലി. അത് ബഡ്ജറ്റ് ഇത്രയാവും നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുക. അത് അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ആരാ ഉണ്ടാക്കുന്നത്? ഷെഡ്യൂള് ഫസ്റ്റ് എഡി, ചീഫ് എഡി തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവരുടെ കൂടെ തന്നെ നിന്നിട്ട് അവര് എന്തൊക്കെ തന്നെ വിഷ്വലൈസ് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും പെടും. അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ ചിലപ്പോൾ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു വരില്ല. ആ ഒരു റിസർവ് ഒക്കെ മൈൻഡിൽ വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കൊട്ടാരം ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ഒരു പ്രോസസ്സ്. ചിലത് നല്ല കൊട്ടാരവും ചിലത് പൊട്ടി വീഴും. അങ്ങനെ പൊട്ടിയിട്ടുണ്ടോ? പിന്നെ അതൊന്നും പുറത്തറിയാത്തത് അല്ല, അതും ഇതിന്റെ ഒരു പാർട്ടാണ്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ബിൽഡ് ചെയ്യുന്ന സാധനവും അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഓരോന്നും കാണുന്ന ഓഡിയൻസിന്റെ ഇതുപോലെ ഇരിക്കും. നമ്മൾ ഭയങ്കര ഡിയർ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ പലതും. പക്ഷെ അതങ്ങനെ ഓഡിയൻസ് അങ്ങനെ പെർസീവ് ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കാം നിർബന്ധമില്ല. ശരിക്കും അതാണ് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതിലാണ് നമ്മൾ വളർന്നു വരുന്നത് അല്ലേ? അപ്പോൾ ഈ എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ചോദിക്കുന്ന പോലെ കോസ്റ്റ് കട്ടിങ്ങിന് ഏറ്റവും എളുപ്പമുള്ളൊരു ഒരു മേഖല എവിടെയായിരിക്കും? കോസ്റ്റ്യൂമാണോ, ഫുഡാണോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുഡ് കട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പരിപാടിയായി മാറും. പക്ഷെ എപ്പോഴും കോസ്റ്റ് കട്ട് ചെയ്യുക ഓരോരോ പ്രൊജക്റ്റിനും ഓരോ രീതിയിലാണ്. ചില സമയത്ത് നമ്മൾ ആക്ടേഴ്സിൻ്റെ അടുത്തായിരിക്കും നമ്മൾ സംസാരിച്ച് അവരുടെ റേറ്റ്സ് കുറയ്ക്കാൻ നോക്കുക. ചില സമയത്ത് നമ്മൾ ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് സംസാരിച്ച് കുറയ്ക്കാൻ നോക്കും. എങ്ങനെയെങ്കിലും ആ പ്രൊജക്റ്റ് റൺ ഡൗൺ ആവുക, അത് പുറത്ത് നാട്ടുകാരെ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തിലോട്ട് എങ്ങനെയെങ്കിലും എത്തിക്കും. അത് പല രീതിയിലാണെങ്കിലും ബഡ്ജറ്റ് കട്ടിങ് ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ലൊക്കേഷൻസ് കിട്ടാറുണ്ട്. പലപ്പോഴും ഈ കോസ്റ്റ് കട്ടിങ് എന്ന് പറയുമ്പോഴുള്ളൊരു അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം നമ്മൾ കാണുന്നു. പക്ഷേ ഈ കോസ്റ്റ് കട്ട് ചെയ്യുന്നിടത്തും ചിലപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണമെന്നില്ല. നമുക്ക് അത്രയും പൈസ ഇല്ലാത്തപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗും ആവാം, അൺഎക്സ്പെക്റ്റഡ് ആവാം. ചിലപ്പോൾ അത് ഇപ്പോൾ ഇത്രയും പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടെ റോ ആയിരിക്കും. നമുക്ക് പൈസ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം പ്രൊഡക്റ്റുകൾ, നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ അല്ല. നമ്മുടെ ബിഗ് ഡോഗ്സ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹനുമാൻ കൈൻഡിന്റെ. അപ്പോൾ അതിന്റെ ഡയറക്ടർ ബിജോയ് ഷെട്ടി, ക്രേസി ഡൂഡ്. അവൻ പറഞ്ഞത് എന്തായിരുന്നു വെച്ചാൽ ഇഫ് ബിഗ് ഡോഗ്സ് ഹാഡ് എനി മോർ ബഡ്ജറ്റ്, ഇഫ് ഇറ്റ് ഹാഡ് മോർ മണി, the project wouldn't be as good as it is right now. അതായത് പൈസ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭംഗി അതിന് ഉണ്ടാവില്ലായിരുന്നു. അതായത് അത് ആ ഒരു ബഡ്ജറ്റിനായതുകൊണ്ട് അത് എങ്ങനെയൊക്കെയോ അത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഷൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് അത് നടന്ന് തീർന്നൊരു പ്രൊജക്റ്റ്. പക്ഷെ ആ കെയോസിൻ്റെ ഉള്ളിലും അത് ആ ഒരു ഭയങ്കര ഭംഗിയായിട്ടാണ് അത് നടന്നത്. അതെന്തോ ആ ഒരു ടൈമിൻ്റെയും ഒരു പരിപാടിയായിട്ട്. ദാറ്റ്സ് ട്രൂ. എനിക്ക് അനാമയി പറഞ്ഞ പോലെ നെഗറ്റീവ് സൈഡ് മാത്രം നമ്മൾ എപ്പോഴും കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഇറ്റ് ഇസ് വെരി ഗുഡ് ഇൻഫോർമേഷൻ. താങ്ക് യു. ഇപ്പോൾ നമ്മൾ കമ്മിങ് ടു ഗാർഡൻ ഓഫ് ഡ്രീംസ്, ബോണിയുടെ ഗാർഡൻ ഓഫ് ഡ്രീംസ് ചെയ്യുമ്പം അതിൻ്റെ അകത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വോക്കൽസ് ഇല്ലാത്തൊരു മ്യൂസിക് വീഡിയോ ആണത്. യൂഷ്വലി ബ്രൗൺ ക്രൂ ചെയ്യുന്ന മ്യൂസിക് വീഡിയോസിലൊക്കെ ലിറിക്സ് ഉള്ള ഒരു മ്യൂസിക് വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു ലിറിക്സ് ഇല്ലാത്തൊരു മ്യൂസിക് വീഡിയോ. എന്താ മേജർ ഡിഫറൻസ്? ബേസിക്കലി പ്രോജക്റ്റ് വന്ന സമയത്ത് നമ്മൾ
നമ്മൾ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പലതരം ജോണർ ഓഫ് മ്യൂസിക് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പല ജോണർ, ഇപ്പോൾ ഹിപ്പ് ഹോപ്പ്, റോക്ക്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫുള്ളി ഇൻസ്ട്രുമെന്റൽ പീസ് മാത്രമായിട്ടുള്ള ഒരു സാധനം ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുള്ള ഒരു സാധനത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ കാര്യം മറ്റേന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിറിക്സ് നമ്മുടെ ഒരു മുന്നിൽ ഒരു ടച്ച് പോയിന്റ് ഉണ്ട്, നമുക്ക് അതിനെ വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ സാധനം വെച്ചിട്ട് ഉണ്ടാക്കാം. ഇത് അങ്ങനെ ഒരു സാധനമില്ല. സോ ദാറ്റ്സ് വെയർ വിനോദ് കേം ഇൻ, വിനോദ് രവി. സോ അയാള് ഒരു ക്രേസി മച്ചാനാണ്. അയാളുടെ തലയിലുള്ളത് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇയാളുടെ മൈൻഡിൽ നിന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ തന്നെ ഞങ്ങൾ ഒരു കുറെ സമയം എടുത്തു. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു മാസം പുള്ളിയായിട്ട് ജാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി പറയുന്ന പല വിഷ്വൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം മനസ്സിലാക്കുന്നത്. കാരണം പുള്ളി പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനലി എന്താണ് പറഞ്ഞത് അതിന്റെ ഒരു സാധനമായിരിക്കും പുള്ളി പറഞ്ഞത്. നമുക്കത് ചിലപ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലായിരിക്കും ആദ്യം. അപ്പം ഞങ്ങൾ ആലോചിച്ചു ഇങ്ങനൊരു സാധനം നമ്മൾ എന്തായാലും ചെയ്തു നോക്കണം. കാര്യം നമ്മൾ ഇറ്റ് വാസ് ആൻ എക്സ്പെരിമെന്റ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മ്യൂസിക് വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഞങ്ങള്. അപ്പൊ ഇറ്റ് വാസ് ആൻ എക്സ്പെരിമെന്റ്. വി തിങ്ക് ഇറ്റ് ഹാസ് കം ഔട്ട് സക്സസ്ഫുൾ. അപ്പൊ ശരിക്കും എന്തുമാത്രം ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട്? ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം വി വർക്കിംഗ് വിത്ത് വിനോദ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒന്ന് സിങ്ക് ആവുന്ന ആ ഒരു ടൈം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഈ ഇനീഷ്യലി ഇങ്ങനത്തെ ഐഡിയാസ് വിനോദ് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ നമുക്ക് കുറച്ച് സമയം എടുത്തു. കാരണം കൺസീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് സമയം എടുത്ത്. പക്ഷെ ഒരു ഫ്ലോ കിട്ടിയപ്പോൾ ഭയങ്കര വിഷ്വലി കമ്പലിംഗ് ആയിട്ടുള്ള. അൺടിൽ ദ ഡേ ഓഫ് ദ ഷൂട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ എന്താണ് ഇയാൾ ഉണ്ടാക്കാൻ പോണത് എന്നുള്ളത് നമ്മൾ ആസ് പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, ഞങ്ങൾക്ക് മനസ്സിലായ ഓൺ സെറ്റിൽ ക്രൂവിൽ പോലും പലരും ഇതെന്താണ് ഉണ്ടാക്കാൻ പോണത് എന്നുള്ളൊരു സാധനം. കാര്യം ഇയാൾ ഫുൾ പോസ്റ്റിൽ ഇത് കഴിഞ്ഞിട്ടുള്ള സാധനം വച്ചിട്ടായിരിക്കും പുള്ളി ഓരോ സാധനം ഫ്രെയിം ചെയ്യുന്നത്. അപ്പം നമ്മളിത് കാണുമ്പോഴത്തേക്കും ഇതെന്താ ഈ ഫ്രെയിമിൽ ഒന്നും ഇല്ലല്ലോ, ഒരാൾ വെറുതെ നിൽക്കുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 10, 12, 100 ലെയർ അതിന്റെ മുകളിലുണ്ട്. അത് കണ്ടിട്ടാണ് ഇയാൾ ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോഴും നമ്മളതാ ഫസ്റ്റ് ടൈം കാണാൻ നമുക്കൊന്നും തോന്നില്ല, പക്ഷെ പിന്നെയും കാണണമെന്ന് തോന്നുന്ന ഒരു മ്യൂസിക് വീഡിയോ ആണത്. നൈസ്. ആൻഡ് എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. അത്ര കോൺഫിഡന്റ് ആയിരുന്നു. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയ പിന്നെ ഫുൾ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. ആക്ച്വലി വേറൊരു രസമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ബോണിനെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഷൂട്ടിൻ്റെ അന്ന് കാണുന്നത്. കാരണം അതിന് മുമ്പേ എനിക്ക് പരിചയമുണ്ട്. ബോണി ജൂനിയർ ആയിരുന്നു കോളേജ്. പണ്ട് ഞങ്ങള് ചെറിയ റാഗിങ് കേസിലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിന്നെ കുറെ കാലത്തിന് ശേഷം ഷൂട്ടിംഗ് ദിവസമാണ് ഭയങ്കര ഒരു യുണൈറ്റിംഗ് റീബോണ്ടിന്റെ സമയമാണല്ലേ. ശരിക്കും അന്നൊക്കെ വിചാരിച്ചാണോ എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ? വർക്ക് ചെയ്യുക എന്നുള്ളൊരു ചിന്ത പോലും നമുക്കില്ലല്ലോ. അന്ന് മറ്റേ തെറിച്ച് നടക്കണ പ്രായം. നൈസ്. ശരിക്കും ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കൊരു മ്യൂസിക് വീഡിയോ അല്ലെങ്കിൽ ആൽബം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വരുന്നത് ചെമ്പകമേ, ഫ്രാങ്കോ, അല്ലെങ്കിൽ കുടജാത്രിയിൽ സ്വർണ്ണലത ചേച്ചി, അവരെയൊക്കെയാണ്. നമ്മുടെ 90s കിഡ്സ് നമ്മൾ വളർന്നത് ആ പാട്ടിലൂടെയാണ്. ഇപ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് 20 years. ഇപ്പോൾ 2025 ബ്രൗൺ ക്രൂവിൻ്റെ ഈ ഗാർഡൻ ഓഫ് ഡ്രീംസിൽ എത്തി നിൽക്കുമ്പം എന്തായിരുന്നു ഒരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നിയൊരു ചേഞ്ച്? ഇപ്പം ആൾക്കാരുടെ അപ്രോച്ചിലാവാം, വിഷ്വൽസിലാവാം, മ്യൂസിക്കിൽ, എല്ലാത്തിലും ഒരു ഓൾ ടുഗെദർ വന്നൊരു ചേഞ്ച് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഓഡിയൻസ് ആക്ച്വലി ഓഡിയൻസിന് ഇത്രയും ജോണർ ബെൻഡിങ് ആയിട്ടുള്ള പല 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 ജോണറിലുള്ള സോങ്സും മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് തുടങ്ങി, ഇവരിതെല്ലാം കേട്ടു തുടങ്ങി എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. അതാണ് നമ്മൾ ബേസിക്കലി നോക്കിക്കാണുന്ന പ്രധാന മാറ്റം. എല്ലാം പണ്ട് അങ്ങനത്തെ നമ്മുടെ ഈ ക്ലാസിക്കൽ സോങ് സെലക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഓൺലൈൻ വൈസും ഭയങ്കര ഗ്ലോബലാണ് മലയാളീസ്. അപ്പോൾ ഇവരെല്ലാതും കാണുന്നുണ്ട്. നമ്മൾ പിന്നെ ശരിക്കും ഈ പഴയ മ്യൂസിക് ആൽബംസില്ലേ, സുന്ദരിയോ, അതെല്ലാം അപ്പം അത് കണ്ടിട്ടൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഇൻസ്പയർഡ് ആയിട്ടുണ്ട് നമ്മളടക്കം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമ 2.5 മണിക്കൂർ എടുത്തിട്ട് ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന അതേ ഇമ്പാക്ട് ചിലപ്പോൾ നമുക്കൊരു മ്യൂസിക് വീഡിയോ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ നമുക്ക് കിട്ടും. ഒരു സ്റ്റോറി ഉണ്ട്, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതിൻ്റെ ലുക്ക് ഉണ്ട്, അവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, അതിനൊരു ക്ലോഷറും ഉണ്ടാവും. ചിലപ്പോൾ ക്ലോഷർ ഉണ്ടാവില്ല, ഓപ്പൺ ടു തോട്ട് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു മീഡിയമാണ് ഇത് എന്നുള്ളത് അതിന് ഇൻഫ്ലുവൻസ് ആവാനായിട്ട് ഈ പണ്ട് തൊട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ള മ്യൂസിക് ആൽബംസ് ഒക്കെ നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് തന്നെ പറയുള്ളൂ. ഇപ്പം നമ്മൾ പുതിയ
സ്റ്റൈലിൽ പുതിയ രീതിയിൽ അത് എടുത്തുന്നേ ഉള്ളൂ. ഉണ്ടാക്കുന്നതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് എന്തും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടത്. ഇപ്പോൾ സിനിമയിലായാലും പുതിയ പുതിയ ജോണേഴ്സ് വരുമ്പം അത് ആക്സെപ്റ്റ് ചെയ്യുക, കണ്ടു നോക്കുക എന്നുള്ളൊരു സ്കീമുണ്ട്. അത് തന്നെയാണ് മ്യൂസിക്കിലും വരുന്നത് അല്ലേ. പിന്നെ ഈ പ്ലാറ്റ്ഫോംസ് കൂടി വരുന്നത് ഒരു റീസൺ ആണോ? ഇപ്പം നമുക്കൊരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്പർ ഓഫ് പ്ലാറ്റ്ഫോംസ് നമ്മുടെ മുന്നിലുണ്ട്. അതൊരു മീഡിയം ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഒരു ഷിഫ്റ്റ് വരുമ്പോൾ? ലൈക്ക് 20 years ഓഫ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ പണ്ടെന്ന് വെച്ചാൽ TV മാത്രം അല്ലെങ്കിൽ ഒരു കാസറ്റ് വാങ്ങുക, വോക്ക്മാൻ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആക്സസിബിലിറ്റി കൂടുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെ. അപ്പം ഇത് ലിമിറ്റഡ് അല്ല, ഒരു കുറച്ച് നമ്പർ ഓഫ് ഓഡിയൻസിലേക്ക് മാത്രം എത്തുന്ന ഒരു സാധനമല്ലോ. ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് വേർഡ് മൗത്ത് വെച്ചിട്ട് നമ്മൾ പണ്ട് ഒരു നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള ആളുടെ അടുത്ത് പോയി പറയുന്നതിൽ ഇപ്പം ഞാൻ നല്ലൊരു പാട്ടാണെന്ന് പറഞ്ഞ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യണം എല്ലാവരും അതറിയാം. എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 10 പേരെങ്കിലും അത് കേട്ട് വെക്കും. അതിൻ്റെ അകത്തുനിന്ന് ഒരു അങ്ങനെ ആ ഒരു വൈൽഡ് ഫയർ പോലെ സ്പ്രെഡ് ആവും. സോ ആ ഒരു ചേഞ്ചസ് സംതിങ് എന്താ പറയുക, സംതിങ് ദാറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ് ഇസ് വാട്ട്. ഇത് ഉണ്ടാക്കി കഴിയുന്ന മൊമെന്റിൽ നമ്മുടെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആൾക്കാരുടെ പണിയാണ്. ഇതിനെ അക്സെപ്റ്റ് ചെയ്യണം, ഇത് എവിടെ കൊണ്ട് വെക്കണം, ഇതെടുത്ത് കാട്ടിക്കളയണം, അത് ലോകത്ത് എല്ലായിടത്തും എത്തിക്കണം എന്നുള്ളതൊക്കെ ആൾക്കാരുടെ ചോയ്സാണ്. ഓരോ മ്യൂസിക് വീഡിയോയും ഇറങ്ങുന്നതിന് മുൻപുള്ള ടെൻഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ടെൻഷൻ ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ളതിനെക്കാട്ടിയും നമുക്ക് ഇതെന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഇത് എന്ത് മെസ്സേജാണ് പുറത്തോട്ട് പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമുക്ക് പല സമയത്തും ടെൻഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒട്ടും ടെൻഷനില്ലാണ്ട് ഒരു പ്രൊഡക്ഷൻ ഇറങ്ങിയിട്ടുണ്ടോ? ലൈക്ക് നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആണ്, നമുക്ക് ടെൻഷനേ ഇല്ല അല്ല, ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന സമയത്തുള്ളൊരു ഇല്ല. എല്ലാ മ്യൂസിക് വീഡിയോയിലും അതിൻ്റെതായ ഒരു ടെൻഷൻസ് ഉണ്ട്. പക്ഷെ പലതിലും പല രീതിയിലൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. ഈ ഭീകര ടെൻഷനല്ലല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ജയിലിൽ പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വീഡിയോ ഇറക്കുകയാണല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻസേ ഉള്ളൂ. ഹാൻഡിലബിൾ ആയിട്ടുള്ള ഡേ ടു ഡേ പരിപാടികൾ. ശരിക്കും നമുക്കൊരു നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ പ്രൗഡ് മൊമെൻ്റ്. കാരണം നിങ്ങളുടെ ഓരോ പ്രൊഡക്ഷൻസും ഓരോ ക്രിയേഷൻസും പുറത്തിറങ്ങുമ്പം ബേസ്ഡ് ഇൻ കേരള എന്നാണ് പറയുന്നത്. അത് ശരിക്കും നിങ്ങളെക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഓരോ മലയാളിക്കും ഒരു പ്രൗഡ് മൊമെൻറ്റിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്, ഓരോ വീഡിയോയും ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൗൺ ക്രൂവിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇനി ഇറങ്ങാനുള്ള നമ്മൾ ഡൗൺ ട്രോഡൻസ് എന്നുള്ള ഒരു ബാൻഡ് ഉണ്ട്, അറിയാലോ, സുഷിനും മുൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡൗൺ ട്രോഡൻസ്. അപ്പോൾ അവരുടെ ഒരു മ്യൂസിക് വീഡിയോ അനാമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഇറങ്ങാനുണ്ട്. ഓക്കെ, അതിപ്പോ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്, കുറച്ചധികം പോസ്റ്റ് ഉള്ള പ്രൊഡക്ഷനിലാണ്. നൈസ് പരിപാടിയാണ്. അതിന്റെ പണികളിലാണ് ഇപ്പൊ പണിപ്പുരയിലാണ് മ്യൂസിക് വീഡിയോ സ്കീമിൽ. പിന്നെ കുറച്ച് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തത് ഇറങ്ങാനായിട്ട് 2-3 സിനിമകൾ ഇങ്ങനെ. സിനിമകളും ഓൺ ആയിട്ടിരിക്കുകയാണോ? ഇല്ല, ഓണായിട്ടില്ല, ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി അതാണല്ലോ നമ്മുടെ ഫേമസ് ഫിലിമാണ്. ഓ ഗ്രേറ്റ്. ശരിക്കും നമുക്ക് ഈ ഒരു ഗാർഡൻ ഓഫ് ഡ്രീംസും ഇന്റർനാഷണൽ ലെവലിലേക്ക് അക്സെപ്റ്റ് ചെയ്തപ്പെടും എന്ന് പ്രതീക്ഷിക്കാമോ? അതിനുള്ള എല്ലാ സാധനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇത് വാച്ച് ചെയ്യുന്ന ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? വാച്ച് വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട്. അതിനങ്ങനെ ഒരു സാധനം ഉണ്ട്, നമ്മൾ കണ്ട് എൻജോയ് ചെയ്യാൻ. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ടിപ്പിക്കൽ സാധനം ആയിരിക്കില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മൾ ഒരു പ്രാവശ്യം കണ്ട് അത് നമ്മളാരും പിന്നെ കാണാതിരിക്കതെന്ന് തോന്നില്ല. നമ്മൾ റീവാച്ച് ചെയ്യും, എങ്ങനെ പോയാലും നമ്മൾ റീവാച്ച് ചെയ്യും. ഞാൻ പേഴ്സണലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു മൈൻഡാണ്, അത് റീവാച്ചബിൾ സാധനമാണത്. ആൻഡ് ഐ വെരി മച്ച് ലൈക്ഡ് ഇറ്റ്. ഒരു എന്തോ ആ മേക്കർ എന്തോ പറയാൻ ഉദ്ദേശിച്ചു, നമ്മളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു വേഗ്നെസ് ഉണ്ടല്ലോ ഈ പറഞ്ഞ ടോട്ടൽ സ്റ്റോറി നരേഷനുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് പല രീതിയിലും പെർസീവ് ചെയ്തിട്ട് പല രീതിയിലും കണക്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയ പോലെ അല്ല, നമുക്ക് ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആ വീഡിയോക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. അപ്പോൾ എനിവേ ഇത്രയും ടൈമിൽ ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇനി വരാൻ പോകുന്ന മ്യൂസിക് വീഡിയോസിനും സിനിമയിലേക്കുള്ള എൻട്രിക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.